മൂന്നാമത് മാമ്പുള്ളി രാജശേഖരൻ മെമ്മോറിയൽ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കബഡി മത്സരം നാളെ വൈകുന്നേരം കോലാഞ്ചിറ മൈതാനിയിൽ വെച്ച് നടക്കുന്നതാണ്. നമസ്കാരം. പൂജ മോളെ സ്നേഹമോള് വന്നില്ലേ? അവൾക്ക് ഇതിലൊന്നും താല്പര്യം. അയ്യോ, ഇവിടുത്തെ കളി കാണാത്തതുകൊണ്ടാ. യുദ്ധമല്ല, യുദ്ധം. അളിയൻ ഇരുന്നാട്ടെ. എടി മോളെ ആ സൈഡിലോട്ട് ഇരുത്തിക്ക്. സാറുമാര് 1 2 1 2 1 2 1 down 1 2 3 4 5 6 7 8 9 10. നീ എന്താ നാണിച്ച് പുറയിലോ നിൽക്കണത്? ക്യാപ്റ്റന്മാരെല്ലാം മുമ്പിലാ നിൽക്കണത്. അങ്ങനെ കേറി നിൽക്കടാ. എടാ പെണ്ണു, അവൾ എന്നെ കണ്ടാ തീർന്നേ. ഹായ് ജാനു. അത് വടക്കേലെ ജാനു അല്ലേ? നീ അവിടെ പോയിരുന്നാ? സ്റ്റേജിലോട്ട് നോക്ക്. സ്റ്റേജിലാ? ഹായ്, കൊള്ളാലോ, നല്ല കുട്ടി. അവളാ ഇന്നലെ രാത്രി എന്നെ കണ്ട് നിലവിളിച്ചത്. ചതിച്ചോ? മോഹപ്പത്തിക്കോ. നീ എന്താടാ പൊത്തുന്നത്? അവള് നിന്നെ കണ്ടില്ല. കണ്ടില്ലെന്നാ? നീ എന്തൊരു മണ്ടനാടാ. ഇപ്പൊ അവൾ എന്നെ കണ്ടില്ലേ? ഓക്കെ. അങ്ങനെ ഇനി എഴുന്നേറ്റ് പോയി ഇരുന്നിട്ട് പോയി ഇനി ഇരുന്ന് പോയി എന്നിട്ട് പോയി ഇനി ഇരുന്ന് പോയി എന്നിട്ട് പോയി. ഇവൻ ഇതെവിടെ പോയി? അറിഞ്ഞ ഇന്ന് രാവിലെ മുതൽ ആ ഉടുമ്പില് കാണാനില്ല. രക്ഷപ്പെട്ടി. അങ്ങനെ ആ ശല്യം മാറിക്കിട്ടി. 25,000 രൂപ ഞാൻ വിസയ്ക്ക് കൊടുക്ക അലമാരി വെച്ചിരുന്നു. അത് ഞാൻ അടുത്തോട്ട് പോയാലോ? അതിലും വലിയ പുരുഷാണ് സ്റ്റേജിലിരിക്കുന്നത്. നോക്കണം എവിടെ? ആ പിശാചി പെണ്ണ് മാലയായിട്ട് വന്നേക്കട എന്റെ മാനം കളയാൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, വെൺമനാട് പഞ്ചായത്തിന്റെ അഭിമാനമായ നീ ഇങ്ങോട്ട് മാറും, ഞാൻ പ്രസംഗിക്കാം. തലയിരിക്കുമ്പോ മൂടാറണ്ട. വീട്ടിലോട്ട് പോവാ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും കൂവരുത് പ്ലീസ്. എന്റെ വെൺമനാട് പഞ്ചായത്തിലെ സഹോദരന്മാരെ, ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് കബഡി മത്സരമല്ല, രണ്ട് മുട്ടനാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. മാമ്പുള്ളി മാധവൻകുട്ടിയും വിജയനും. ഈ മത്സരം ഉദ്ഘാടനം ചെയ്യാൻ വന്ന എന്റെ അളിയൻ റിട്ടയർഡ് ജസ്റ്റിസ് വിശ്വനാഥനെ അതിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കലക്കിടം കേട്ട സ്നേഹം നിറഞ്ഞ എന്റെ നാട്ടുകാരെ, നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു പ്രസംഗം കേട്ട് ബോറടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ടീം അംഗങ്ങൾക്ക് എന്റെ എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ മത്സരം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. എന്താന്ന് കാര്യം പറയടാ. ഇത് കണ്ടോ? ഇടിച്ചെന്നോണ്ടല്ലേ? അതല്ലെന്ന് ഈ പൊതി കണ്ട. ഇതൊന്നും ഉപ്പുമാവാ. ഉപ്പാവല്ല, പൊറോട്ട ഇറച്ചി. പാവളെന്ന് വാരി തിന്നല്ലേ. എടാ, ഇത് നായ്ക്കൊരെണ്ണം പൊടി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ വിജയന്റെയും ടീമിന്റെ നെഞ്ചത്ത് വാരി വിതറണം. പിന്നെ അവന്മാരെ ചൊറിഞ്ഞ് ഇല്ലാതാവും. ഉത്തേജനം. ശരി, ഉത്തേജനം ശരിയാക്കി തരാം. ഒന്നിന് പകരം രണ്ടടാ. കുഞ്ഞാഞ്ഞേ കുമ്പലക്കര പട്ടി
ഇതെന്താ അണ്ണൻ ഇവിടെ വന്ന് നിൽക്കുന്നത് കളി കാണാതെ? ഇപ്രാവശ്യം അവൻ തോക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. തോക്കത്തില്ലെന്ന് ഇത് കണ്ടോ, ഉത്തേജന മരുന്ന്. 2 തവണ മാധവൻ കുട്ടി എങ്ങനെ ജയിച്ചെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇത് അവരുടെ കയ്യിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയതാ. ഇതെങ്ങാനും അവന്മാര് കഴിച്ചിരുന്നെങ്കിൽ കപ്പും കൊണ്ട് അവന്മാര് പോയേനെ. നീ കുള്ളനാണെങ്കിലും ബുദ്ധിയുള്ളവനാടാ. ഇത് എവിടെന്നാ കിട്ടിയെന്ന് വിജയനോട് പറയണ്ട. കളി ജയിച്ചു കഴിയുമ്പോ നമ്മുടെ കേരളത്തിന് പുറത്ത് മലപ്പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ അവന് സന്തോഷാവും. അപ്പൊ നമുക്കിത് അങ്ങോട്ട് കലക്കി കലക്കി ഇളക്കിയെടുക്കാം. നാ പിടി വാ. കബഡി 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 കലക്കി കലക്കി നടലയും ടച്ച് ചെയ്തുള്ളൂ. എന്തോടാ കളിയാക്കുന്നത്? കളി തുടങ്ങിയല്ലോ, കളിച്ചാടാ. വിസിലിയാനടിച്ച് വായിക്കും. ക്ഷീണം കുടിക്കാനൊന്നുമില്ലേ? ഇത്രയും ക്ഷീണിക്കാൻ വലിയ കളിയൊന്നും കളിച്ചില്ല. കുടിച്ചോ 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 കുടിച്ചോ. ഉത്തേജക മരുന്നാ. എന്തോന്ന്? ഉത്തേജകം മരുന്നാ. ഈ മരുന്ന് നമ്മുടെ ടീം കഴിച്ചു കഴിഞ്ഞാൽ മാധവൻകുട്ടിയുടെ ടീം ഈ ഗ്രൗണ്ടിൽ കിടന്ന് വെള്ളം കുടിക്കും. വെള്ളം പാസ് ചെയ്തോ, പാസ് ചെയ്തോ. അവിടെ കൊടുത്ത് കഴിച്ചോ കഴിച്ചോ. ഞാൻ കുടിച്ചില്ലെന്ന് കുടിക്കാൻ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു വാരി കഴിച്ചോണം. ഈ ടീമിന്റെ ക്യാപ്റ്റനല്ലേ ഞാൻ? ഒരു തുള്ളി എനിക്ക് വേണ്ടി വെച്ചൂടെ? അതെ അതെ. ഇവരെന്താ കുടിച്ചത് തിരുമി ഇറക്കുകയാണ്? വെടിക്കെട്ട് മരുന്നാണ്. ഇവരെന്താ പല്ല് തേക്കും? വായിലേക്ക് കുത്തുകറിയാ. എന്താ മരുന്നിന്റെ ശക്തി? ഇത്രയും പെട്ടെന്ന് കയറി പിടിയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഒരു എമ്മിനി നമുക്ക് ഒന്നിലേ ചതി നായ്ക്കറിയുടെ ഈ തെണ്ടി നമ്മളെ കൊണ്ട് കൊടുപ്പിച്ചത്. ഇവനാണ് എനിക്ക് തന്നത്. ഞാൻ കൊല്ലും. വിജയ, നമ്മൾ ഈ ചൊറിച്ചിലും വെച്ച് നീ എന്ത് ചെയ്യും? ചതി 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 കളിക്കാരൊന്ന് നായ്ക്കറി പിടിയിട്ട് ചതി വൻ ചതി. അടിച്ച് പൊളിക്കടാ. ചതിച്ചില്ലേ? കളി തോൽക്കാറാകുമ്പോ തോന്നിയാസം കാണിച്ചാണ്ടല്ല അടിച്ചണ്ണാക്ക് പൊളിക്കുന്നു. നിന്നോടല്ല പറഞ്ഞു പോകാൻ. എന്താ എന്തായി കാണിക്കണേ? പ്ലീസ് എന്തായാലും ആ പെണ്ണെന്നെ ഇവിടെ നിർത്തിട്ട് അപ്പുറത്തെ വഴിക്ക് അങ്ങനെ പോയാവോ? പഞ്ചറായോ? ഹലോ, എന്താ? മുകളിലേക്ക് ഒന്ന് വരാമോ പ്ലീസ്? എന്റെ ഈശ്വര, എല്ലാം കയ്യിൽ നിന്ന് പോണ ലക്ഷണമുള്ള കാണാൻ വരാം. എന്തിനാ വിളിച്ചേ? ഒന്ന് അകത്തേക്ക് വാ. ഞാനിവിടെ നിന്നോളാം. എനിക്ക് നാണ. പിന്നെ പാതിരാത്രിയിൽ പെൺകുട്ടികളുടെ മുറിയിൽ എത്തി നോക്കുന്നതിന് നാണോ? ആ പെട്ടി ഒന്ന് എടുത്തതാ. അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ആരും കണ്ടില്ല. എഴുന്നേറ്റോളൂ. താങ്ക്സ്. അല്ല, നമ്മൾ തമ്മിൽ ഇത്രയും അടുത്ത് പരിചയപ്പെട്ട സ്ഥിതിക്ക് അമ്മാൽ എനിക്ക് തിരിച്ചു തന്നൂടെ? അതിന് നിങ്ങൾ കള്ളനല്ലാന്ന് എനിക്ക് ബോധ്യാവട്ടെ, എന്നിട്ട് തിരിച്ചു തരാം. അതിപ്പോ ബോധ്യായില്ലേ? ഈ മുറിയിൽ ഞാനും കുട്ടി ഒറ്റയ്ക്കല്ലുള്ളൂ. അതിന് ഒരു ഗ്ലാസ് വെള്ളം വേണം. അതിപ്പോ തരാം. എഴുന്നേക്ക്. എന്റെ ചുണ്ട് വിളഞ്ഞ വിത്ത. ഇപ്പഴാ പറ്റിയ സമയം. ഒറ്റയ്ക്കാ. ചെല്ലി ചെല്ലി. ഇപ്പഴാ? ആണോ? ചെല്ലി. കുട്ടി എന്നോട് ക്ഷമിക്കണം. സത്യമായിട്ട് ഒരു അബദ്ധം പറ്റിയതാ. കബഡി മത്സരത്തിൽ തോക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കപ്പ് മോഷ്ടിക്കാനാ ഞാൻ വീട്ടിൽ കയറിയത്. അല്ലാതെ കുട്ടിയെ പേടിപ്പിക്കാനോ ജഡ്ജി സാറിനെ അപായപ്പെടുത്താനോ അല്ല. എന്നെ വിശ്വസിക്കണം.
എന്നെ പോലീസിന് കാണിച്ചു കൊടുത്താ എന്റെ ഭാവി പോവും. നാളെ ഞാനും ഒരു SI ആവേണ്ടവനാ. ഓ അത് ശരി. അപ്പൊ ഇയാളാണ് വീട്ടിൽ വന്നതല്ലേ? അപ്പൊ എന്നെ മനസ്സിലായില്ലായിരുന്നു? ഇല്ലായിരുന്നു. എന്നാ ഞാൻ പറഞ്ഞെല്ലാം മറന്നേരെ. മനസ്സിലായ സ്ഥിതിക്ക് ഇനി മറക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോലീസിൽ അറിയിച്ചോ. എന്നെ വിശ്വാസമില്ലെങ്കിൽ കുട്ടി പോലീസിലോ എവിടെ വേണമെങ്കിലും അറിയിച്ചു. പക്ഷെ ഒരു കാര്യം കുട്ടി മനസ്സിലാക്കണം. ഏതോ ഒരു കൊലയാളി കുട്ടിയുടെ അച്ഛന്റെ പിറകെ എപ്പോഴും ഉണ്ട്. നിങ്ങളുടെ വീട്ടിൽ അന്ന് അയാളും ഉണ്ടായിരുന്നു. അച്ഛനെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ.